ഇത്രയധികം റബ്ബർ ബാൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് റബ്ബർ ബാൻഡ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. രാഹുൽ എത്രത്തോളം റബ്ബർ ബാൻഡ് ഈ കിടന്ന് കളിക്കുന്നത് നോക്കി. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ റബ്ബർ ബാൻഡ് ഒന്ന് ഉണങ്ങാനായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വിരിച്ചിടും. ഈ കാണുന്നത് ഒരു സെമി ഓട്ടോമേറ്റഡ് മെഷീനാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് റബ്ബർ ബാൻഡിന്റെ ആദ്യത്തെ മെഷീൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റബ്ബർ ബാൻഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മോൾഡാണ് ഈ കാണുന്നത്. ശരിക്കും ഒഴിക്കുന്നത് ഓറഞ്ച് കളറാണ്, പക്ഷേ കലങ്ങി വരുമ്പോൾ അത് പിങ്ക് കളർ കാണുന്നത്. ഇതാണ് PVC മോൾഡ്. അപ്പോൾ നമ്മൾ റബ്ബർ പാല് മുക്കിയപ്പോൾ ഇത്രത്തോളം കട്ടിയിലാണ് റബ്ബർ പാല് പറ്റിപ്പിടിച്ച് നിൽക്കുന്നത്. ഈ കാണുന്ന കുഞ്ഞൻ റബ്ബർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പണിയുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഈസി ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നത്. ഈ കാണുന്നത് ചിരട്ടിയിൽ നിന്ന് എടുത്ത റബ്ബർ പാലാണ്. അത് നല്ല സ്മെല്ലാണ്. നമുക്ക് അടുത്ത് തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ശീലമില്ലാത്ത വരുമ്പോൾ കുത്തുണ മണമായിരിക്കും വരുന്നത്. ഓരോരുത്തർക്കും ഓരോ യൂസാണ് ഈ റബ്ബർ ബാൻഡ് വെച്ച്. 100ൽ പരം യൂസുള്ള ഏക വസ്തുവാണ് ഈ റബ്ബർ ബാൻഡ്. സ്റ്റാർ X, Y, V, L and I. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കുട്ടിക്കാലത്ത് ഇതുപോലെ റബ്ബർ ബാൻഡൊക്കെ ഉപയോഗിച്ച് ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ഈ ഒരു റബ്ബർ ബാൻഡ് എങ്ങനെയാണ് നിർമ്മിച്ച് വരുന്നതെന്നുള്ളത്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഗ്രീൻ മാംഗോ കസിൻസ് പാലക്കാട് തൃശ്ശൂർ ബോർഡറിലുള്ള കല്ലിങ്കൽ പാടത്ത് വന്നിട്ടുള്ളത്. ഇവിടെ AG's റബ്ബർ ബാൻഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു റബ്ബർ ബാൻഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണണം. നല്ല രസമുള്ള വീഡിയോ ആയിരിക്കും, കാരണം അത്രത്തോളം റബ്ബർ ബാൻഡുകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് AG's റബ്ബർ പ്രൊഡക്ട്സിൻ്റെ അകത്താണ്. റബ്ബർ ബാൻഡൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇതിൻ്റെ ഉടമസ്ഥ ഉഷ ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. ചേച്ചിക്കും യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമന്വയം എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനലിലൂടെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടേതാണ് ഈ ഒരു റബ്ബർ ബാൻഡ് നിർമ്മിക്കുന്ന കമ്പനി. അപ്പോൾ ചേച്ചി, ചെറിയൊരു തിരുത്ത്, ചേച്ചിയുടേതല്ല, ഞങ്ങളുടേതാണ് ഈ സ്ഥാപനം. മനസ്സിലായി? ഞങ്ങളിവിടെ ഏകദേശം ഒരു 10-20 പേരുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടിയാണ് ഈ സ്ഥാപനം, കൂട്ടായ്മയാണ് ഈ സ്ഥാപനം. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു മാനേജിങ് ഡയറക്ടർ എന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. നമ്മൾ 2000-ലാണ് തുടങ്ങിയത്. 2023 23 വർഷമായി. ഫസ്റ്റ് നമ്മൾ റബ്ബർ ബാൻഡ് മാത്രമായിരുന്നു തുടങ്ങിയത്. പിന്നെ ഞങ്ങളത് എലാസ്റ്റിക് ത്രെഡിലേക്ക് മാറി. എലാസ്റ്റിക് ത്രെഡ് എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മുടെ ഈ ബനിയനിലും അണ്ടർ ഇന്നേഴ്സിലൊക്കെ ഇടുന്ന ഒരു നൂലില്ലേ, അതായിരുന്നു. അത് ഭയങ്കര മെക്കനൈസ്ഡ് ആയിട്ടുള്ള വലിയ കമ്പനിയായിരുന്നു. നമുക്ക് റൺ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒത്തിരി ലോസും കാര്യങ്ങളൊക്കെ വന്നു. എന്നാലും നമുക്ക് കൂടുതൽ മെഷീൻ പവറാണ് വേണ്ടത്. അപ്പം നമുക്ക് ആളുകൾക്ക് പണി കൊടുക്കുക എന്നുള്ള നമ്മളുടെ ഒരു സ്വപ്നം അതിൽ നടക്കുന്നില്ല. ഫിനാൻഷ്യലി ബെനിഫിറ്റാണ്. പിന്നെ കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പതുക്കെ എലാസ്റ്റിക് ത്രെഡ് നിർത്തി. പിന്നെ മെയിനായിട്ട് നമ്മൾ റബ്ബർ ബാൻഡാണ്. ചേച്ചി, നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഉണ്ടാകുന്നതിന്റെ പ്രോസസ്സേ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാമോ? ഇപ്പൊ നമ്മുടെ കാലിലിടുന്ന ചെരുപ്പടക്കം ഇങ്ങനെ ഒരുപാട് റബ്ബർ അധിഷ്ഠിത സാധനങ്ങൾ വരുന്നത് റബ്ബർ പാലിൽ നിന്നാണ്, അല്ലേ? റബ്ബർ വെട്ടുന്നത് കണ്ടിട്ടുണ്ടോ? ഓ, കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതാ, നമുക്ക് നമ്മുടെ പറമ്പിലൊന്ന് പോയി കണ്ടിട്ട് വരാം. റബ്ബർ ടാപ്പിന് ശേഷം ആ മരത്തിൽ നിന്ന് പാലിങ്ങനെ ഒഴുകി വന്ന് ഇതേ ചിരട്ടയിൽ വീഴുന്നുണ്ട്. കുടിക്കുന്ന പാൽ പോലെ തന്നെ തോന്നും, പക്ഷെ അതല്ല, ഇത് റബ്ബർ പാലാണ്. ആ റബ്ബർ ടാപ്പ് ചെയ്ത പാല് ആ ചിരട്ടയിൽ നിറയും. ഈ കാണുന്നത് ചിരട്ടയിൽ നിന്ന് എടുത്ത റബ്ബർ പാലാണ്. അത് നല്ല സ്മെല്ലാണ്. നമുക്ക് അടുത്ത് തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ശീലമില്ലാത്ത വരുമ്പോൾ കുത്തുണ മണമായിരിക്കും വരുന്നത്. അതിനുശേഷം അത് കന്നാസിലേക്ക് മാറ്റും, അവിടുന്ന് വലിയ ബാരലിലേക്ക് മാറ്റും. ഈ കാണുന്ന ബാരലുകളിലെല്ലാം റബ്ബർ പാലാണ്, അതായത് തോട്ടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന റബ്ബർ പാല്. ശരിക്കും ഈ റബ്ബർ ബാൻഡ് നിർമ്മാണം ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അതിലെ ആദ്യത്തെ പ്രോസസ്സ് നമ്മൾ കൊണ്ടുവന്ന റബ്ബർ പാല ബാരലിൽ നിന്ന് ഈ ടാങ്കിലേക്ക് ഒഴിച്ച് കുറച്ച് കെമിക്കലും ആഡ് ചെയ്ത് ഒരു ദിവസം വെയിറ്റ് ചെയ്യും, സെഡിമെൻറ്റേഷൻ ചെയ്യാൻ. അതായത് അതിനകത്തുള്ള ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസത്തെ വെയിറ്റിംഗ് ടൈം. ഒരു ദിവസത്തിൻ്റെ സെഡിമെൻറ്റേഷൻ പ്രോസസ്സിന് ശേഷം ഇത് വേറൊരു വലിയൊരു ടാങ്കിലേക്ക് മാറ്റി. ഇത് ക്രീമിംഗ് പ്രോസസ്സാണ്. നമ്മൾ മുമ്പേ കണ്ടു റബ്ബർ പാൽ ഒഴുകുമ്പോൾ വളരെ ലൈറ്റായിരുന്നു. ആ ലൈറ്റായിട്ടുള്ള റബ്ബർ പാലിനെ കുറച്ച് കട്ടി കൂട്ടുന്ന പ്രോസസ്സിനെയാണ് ഈ ക്രീമിംഗ് എന്ന് പറയുന്നത്. 3 ദിവസത്തെ ക്രീമിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ആ ടാങ്കിൽ നിന്ന് നേരെ പാല് കൊണ്ടുവന്ന് ഒഴിക്കുന്നത് ഇതേ ഈ കാണുന്ന ബാരലിലേക്കായിരിക്കും. ഈ വൾക്കനൈസേഷൻ പ്രോസസ്സിൽ കുറച്ച് കെമിക്കൽ ആഡ് ചെയ്യുന്നത് അതിന് കുറച്ചും കൂടി കട്ടി വരാൻ വേണ്ടിയിട്ടാണ്. വൾക്കനൈസേഷൻ പ്രോസസ്സിന് ശേഷം ആ പാലെല്ലാം എടുത്തുകൊണ്ട് ഒഴിക്കുന്നത് ഈ ടാങ്കിലേക്കാണ്. ആ ടാങ്കിൽ ഒഴിച്ചിട്ട് കളറും കൂടി മിക്സ് ചെയ്യും. എന്നിട്ടാണ് റബ്ബർ ബാൻഡിലുള്ള ആദ്യ പ്രോസസ്സ് നടക്കുന്നത്. മഞ്ഞ കളറാണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത്. ആ കളർ മാച്ച് ചെയ്യാനുള്ള എമൗണ്ടിൽ മാത്രമേ കളർ മിക്സ് ചെയ്യുന്നുള്ളൂ. ശരിക്കും ഒഴിക്കുന്നത് ഓറഞ്ച് കളറാണ്, പക്ഷേ കലങ്ങി വരുമ്പോൾ അത് പിങ്ക് കളർ കാണുന്നത്. ഈ ഫില്ല് ചെയ്തിട്ടുള്ള ടാങ്കിലെ പാലിൻ്റെ അളവ് കുറയുമ്പോൾ പിന്നീട് റീഫില്ല് ചെയ്തിട്ടേ മോൾഡുകൾ ഡിപ്പ് ചെയ്യുള്ളൂ. ഇതെല്ലാം PVC മോൾഡാണ്. ഈ മോൾഡ് ഉപയോഗിച്ചിട്ടാണ് റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നത്. 1/2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെയാണ് റബ്ബർ ബാൻഡിൻ്റെ അളവ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ കാണുന്നത് ഒരു സെമി ഓട്ടോമേറ്റഡ് മെഷീനാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് റബ്ബർ ബാൻഡിൻ്റെ ആദ്യത്തെ മെഷീൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും കാണാൻ തന്നെ നല്ല രസമുള്ള പ്രോസസ്സാണ്. മോൾഡ് എല്ലാം മെഷീനിലേക്ക് ലോഡ് ചെയ്തതിന് ശേഷം ഇതേ ആസിഡിലേക്ക് ഈ മോൾഡ് മുക്കുകയാണ്. ഈ ആസിഡ് മുക്കുന്നതുകൊണ്ട് റബ്ബർ പാല ഈസി ആയിട്ട് ഈ മോൾഡിൽ പറ്റിപ്പിടിച്ചിരിക്കും. മറുവശത്ത് ലോഡ് ചെയ്ത മോൾഡ് മുക്കാനായിട്ട് ഒന്ന് തിരിച്ചതാണ് മെഷീൻ.
അപ്പോൾ ഈ ഡിപ്പ് ചെയ്യുമ്പോൾ ഈ PVC മോൾഡിലേക്ക് ഈ റബ്ബർ പാൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. മാത്രമല്ല ഈ കെമിക്കൽസും ഈ റബ്ബർ പാലിൻ്റെയൊക്കെ മണം നമുക്ക് കുത്തി കയറുന്നുണ്ട് മൂക്കിലേക്ക്. കളറ് കലക്കിയ റബ്ബർ പാൽ റെഡി. ദേ ആസിഡിൽ മുക്കിയ മോൾഡും റെഡി. ഇനി നമ്മൾ ഈ മോൾഡ് റബ്ബർ പാലിലേക്ക് മുക്കാൻ പോവാണ്. ദേ പതിയെ റബ്ബർ പാലിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന PVC മോൾഡ് ഇത് മുക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് കാണാം. അപ്പോൾ അതെ പതുക്കെ പൊങ്ങി വരുന്നുണ്ട്. ആ റബ്ബർ പാല് ആ PVC മോൾഡ് പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. മുക്കിയതിന് ശേഷം ഒരു മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് പൊക്കിയെടുക്കുന്നത്. ഒരു സൈഡ് മുക്കിയതിന് ശേഷം മറു സൈഡ് മുക്കാൻ വേണ്ടി ആ മെഷീൻ ഫുള്ളായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തു. കളർ കലക്കിയ റബ്ബർ പാലിൽ മുക്കിയ മോൾഡ് ആസിഡിലേക്ക് മുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും ഈ മുക്കലിലൂടെ ഉദ്ദേശിക്കുന്നത് ആ റബ്ബർ പാലൊന്ന് ഡ്രൈ ആവാനും അടുത്ത ലെയർ കോട്ടിങ് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഈ പ്രോസസ്സ് ഇങ്ങനെ 5 തവണ കണ്ടിന്യൂ ചെയ്യും. കളർ മിക്സ് ചെയ്ത റബ്ബർ പാലിൽ മുക്കിയെടുത്തിട്ടുള്ള മോൾഡാണിത്. മാത്രമല്ല അതിൻ്റെ കൂടെ ആസിഡിലും മുക്കി പല പല തിക്നെസ്സിലാണ് നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. 1/2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെയുള്ള റബ്ബർ ബാൻഡിൻ്റെ ഈ മോൾഡുകളാണ് ഇവിടെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിന് ശേഷമാണ് ഇത് കട്ടിങ്ങിലേക്ക് പോകുന്നത്. ഇതാണല്ലോ മോൾഡ്. ഈ മോൾഡിൽ ഇത്രയും മുക്കി അല്ലേ, നമ്മൾ മിക്സ് ചെയ്ത പാൽ ഏകദേശം ഇത്ര വരെയൊക്കെ ഇവർ മുക്കും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പണി നിർത്തുക, അല്ലെങ്കിൽ ആ പാല് നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ ആ പാലിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കെമിക്കൽ പ്രോപ്പർട്ടി വ്യത്യാസം വരികയാണെങ്കിൽ ആ പൽപ്പിനെ നമുക്ക് റബ്ബർ ബാൻഡായിട്ട് മുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ പാലിലും കെമിക്കലിലും വരുന്ന പ്രശ്നത്തിനനുസരിച്ച് ബാൻഡിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വരും. അപ്പം നമ്മൾ റിസ്ക് എടുക്കില്ല. അപ്പം അങ്ങനെയുള്ള പാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒഴിച്ച് കളയാൻ പറ്റില്ല. പക്ഷേ അതിൽ നമുക്ക് കുറച്ചും കൂടെ അഡിറ്റീവ്സൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കയ്യുറയില്ലേ, ഗ്ലൗസ്, ഏത് ഫിംഗർ ക്യാപ്സും ഉണ്ടാക്കും, ഗ്ലൗസും ഉണ്ടാക്കും. അതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഗ്ലൗസ് ആണ്, ഹോസ്പിറ്റലിലെ ഗ്ലൗസ് അല്ല. അത് ആദ്യം മുക്കും, ഇത്ര നീളമുണ്ട് അല്ലേ, അത് മുക്കി ഇത്രയാവുമ്പോൾ പിന്നെ എന്ത് മുക്കും, ഫിംഗർ മുക്കും. അവസാനം പിന്നെയും തുള്ളി വരുമ്പോൾ നമ്മളത് ഉരുട്ടി സ്ക്രാപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കും. അതായത് നമ്മളൊന്നും വേസ്റ്റ് ആക്കുന്നില്ല. ഫുള്ള് ഒരു സാധനവും നമുക്കിവിടെ വന്ന് നമ്മൾ ഓടി കിടക്കുന്നതും ചാടി കിടക്കുന്നതൊന്നും കാണില്ല, കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിക്കും. ഉണങ്ങിയതിന് ശേഷമുള്ള റബ്ബറിൻ്റെ ട്യൂബുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് മോൾഡിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്തിട്ടില്ല, പക്ഷേ അത് എടുക്കുന്നത് നല്ല രസമുള്ളൊരു പ്രോസസ്സാണ്. അതിൻ്റെ ടിപ്പ് നമ്മളിതുപോലെ കത്രി ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഈസിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നത്. നോർമലി ഉണങ്ങി കിടക്കുന്ന ഈ ഒരു റബ്ബറിൻ്റെ ട്യൂബ് നമ്മൾ കൈകൊണ്ട് വലിച്ചാൽ ഈസി ആയിട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനകത്ത് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഈസി ആയിട്ട് വരുന്നത്. ചേച്ചി ഇതിലൊന്ന് വെള്ളം ഒഴിച്ചേ. അല്ല, വെള്ളം നിറയുന്നതോറും അത് വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊക്കെ ഒന്ന് പോകുന്നവരൊന്ന് പുറത്തേക്കൊന്ന് ഉണങ്ങിയെടുക്കണം. അതിൻ്റെ അവിടെ തന്നെ ഒരു ആണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ അതിനകത്ത് തറച്ച് വെക്കണം. അപ്പോൾ ഉണങ്ങിയെടുത്തിട്ടുള്ള ആ ഒരു റബ്ബറിൻ്റെ ട്യൂബ് നമ്മൾ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അതിൻ്റെ 2 എഡ്ജും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ മാത്രമേ അത് മെഷീനിലിട്ട് കട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർ ഷേപ്പിൽ കട്ടായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ വെയിലത്തിട്ട് ഉണങ്ങിയ ആ റബ്ബറിൻ്റെ ട്യൂബാണിത്. നമ്മൾ ഇതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മെഷീൻ ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ചേച്ചി കൃത്യമായിട്ട് അതിനകത്ത് ഈ പറഞ്ഞ ട്യൂബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കട്ട് ചെയ്ത് വരുന്ന റബ്ബർ ബാൻഡുകളാണ് ഈ കാണുന്നത്. ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് റബ്ബർ ബാൻഡുകളാണ് എനിക്ക് ചുറ്റിലും ഇവിടെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുള്ളത്. ഇത് കട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉണങ്ങാനായിട്ടാണ് ഇവിടെ ഇങ്ങനെ പരത്തിയിട്ടിട്ടുള്ളത്. നല്ല രീതിയിൽ ഉണങ്ങിയാൽ മാത്രമേ ഈ റബ്ബർ ബാൻഡുകൾ തമ്മിൽ പരസ്പരം ഒട്ടാതിരിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇത്രത്തോളം റബ്ബർ ബാൻഡുകൾ ഇങ്ങനെ പരത്തിയിട്ടിട്ടുള്ളത്. ഇതിന് ശേഷമാണ് ഇത് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. പല കളറുകളിലുള്ള റബ്ബർ ബാൻഡ് മാത്രമല്ല, നമുക്ക് ഒരു കളറിലുള്ള റബ്ബർ ബാൻഡുകളും ഇവിടെ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ഒരേ കളർ തന്നെ പിക്ക് ചെയ്തെടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ റബ്ബർ ബാൻഡുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബൾക്കായിട്ട് പരത്തിയിട്ടിട്ടുള്ള ആ ഒരു റബ്ബർ ബാൻഡ് നമ്മൾ ഫുള്ളായിട്ട് ഈ കാണുന്ന ചേമ്പറിനകത്തോട്ട് കൊണ്ടുവന്ന് മിക്സ് ചെയ്യും. അതിനകത്ത് സിലിക്കണും കൂടി ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. മറ്റ് റബ്ബർ ബാൻഡുകളായിട്ട് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിലിക്കണായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ചൂടാക്കും. ഏകദേശം 1-2 മണിക്കൂറോളം ഇത് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മളിതിപ്പോൾ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള ഷൈനിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് സോർട്ട് ചെയ്യണം, കാരണം ഇതിനകത്ത് ചെറിയ ചെറിയ ഡാമേജുകളുള്ള റബ്ബർ ബാൻഡുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കൈ കൊണ്ട് സോർട്ട് ചെയ്തിട്ടാണ് ഇത് പാക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ആകെ കണ്ട ഒരു 2-3 കുഞ്ഞു ഷെഡുകളാണ് അല്ലേ. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് എന്ത് ബിസിനസ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ചെറിയൊരു കമ്പനിയായിരുന്നു, ഒരു 30 സ്ത്രീകളും ഞാനും മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മളൊരു 3 കമ്പനി വരെ എക്സ്പാൻഡ് ചെയ്തത്. പക്ഷേ നമ്മളുടെ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 കാലുള്ള
ഒരു ഷെഡ് മാത്രം മതി, പിന്നെ കുറച്ച് മെഷീനറീസും മതി. അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ പോലെയല്ല, എല്ലാം മെഷീനറിയായി. അതായത് ഡിപ്പ് ചെയ്യാൻ മെഷീനറിയായി, കട്ട് ചെയ്യാൻ മെഷീനറിയായി, ഉണക്കാൻ മെഷീനറിയായി, ഈ മോൾഡ് ഉണക്കാൻ മെഷീനറിയായി, ബാൻഡ് ഉണക്കാൻ മെഷീനറിയായി. അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കോസ്റ്റ് കൂടും. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ മതി, വലിയ ആഷ് പോഷ് ഒന്നും വേണ്ട. ഇത് കണ്ടിട്ട് നീ അയ്യേ എന്ന് വിചാരിക്കേണ്ടതാണ്, ഞങ്ങൾ അത്ര മോശക്കാരല്ലാന്ന്. ഇവിടെ ആരും അയ്യെന്ന് വിചാരിച്ചിട്ടില്ല, വെറുതെ അടവാ. റബ്ബർ ബാൻഡ് ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞല്ലോ, നമ്മളതിന് ഇവിടെ ലോക്കൽ വിൽക്കുന്നില്ല. കാരണം ഇവിടെ കേരളത്തിൽ മാത്രം വിൽക്കാൻ വേണ്ടി ഒരുപാട് പേര് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്, കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മളത് കൊടുത്താൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഒരു 100-150 കിലോ ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം മിനിമം ഒരു 150-250 ഒക്കെ ആണെങ്കിൽ അവരിവിടെ വന്ന് എടുക്കണം. നല്ല ചൂട് ചേമ്പറിനകത്തായിരിക്കുന്നത്, ഫുൾ പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള റബ്ബർ ബാൻഡാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതെല്ലാം ഒരുപാട് പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ട് വന്ന റബ്ബർ ബാൻഡാണ്. ശരിക്കും ഒരു റബ്ബർ ബാൻഡിന് എത്ര രൂപ വരും? 1 രൂപയ്ക്ക് ഒരു 10 റബ്ബർ ബാൻഡൊക്കെ കിട്ടും. പക്ഷേ ആ ഒരു കുഞ്ഞ് റബ്ബർ ബാൻഡിന് ഇത്രയും പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.